ഞാൻ അമ്മയോട് കുറച്ചു കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു. അമ്മ ഇപ്പൊ സംസാരിച്ചത് അത്ര നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നിയത്. എല്ലാം ശരിയാവും ചേച്ചി. നേരാ. തിരുമേനിയും കൂടി വന്നു കഴിയുമ്പോ എല്ലാം നേരെയാവും. പ്രഭയിലെ ഈ മാറ്റം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ പേടി തോന്നുന്നു. ഈശ്വരനെ തേടലും ജാതകം നോക്കലും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവുമോ? ധൈര്യമായി പൊക്കോളൂ. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ബ്രഹ്മദത്തൻ തിരുമേനിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? മുറിയിൽ വിശ്രമിക്കുക. ഇപ്പോ മേഡം കാണാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? എനിക്ക് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തണം. പിന്നെ സംസാരിക്കുന്നത് വീട്ടിൽ വെച്ചാവുമ്പോ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. അത് നേരാ. അങ്ങനെ മതി. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയല്ലോ അല്ലേ? എല്ലാം തയ്യാറാ. കൃത്യസമയത്ത് തന്നെ ബ്രഹ്മദത്തൻ തിരുമേനി വീട്ടിലെത്തും. ശരി. ഒന്ന് പോയി പറ ചേച്ചി പ്ലീസ്. നിന്റെ അല്ലേ ആഗ്രഹം, നീ തന്നെ പോയി പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞാലൊന്നും മുരളിയേട്ടൻ കേക്കില്ല, അതുകൊണ്ടല്ലേ. എനിക്ക് താല്പര്യമില്ലാത്ത സംഗതിയായോണ്ട് ഞാൻ പറയുന്നില്ല. എന്താ ഗൗരി, എന്താ നാത്തൂനും കൂടെ ഒരു ഗൂഢാലോചന? അല്ല, ഉമ്മ പറയാ നമുക്കും കൂടെ പൂജയ്ക്ക് പോയാലോന്ന്. ചന്ദ്രത്തേക്ക്? അതെ ഏട്ടാ, ബ്രഹ്മദത്തൻ തിരുമേനിന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആളെങ്ങനെയാന്നൊന്ന് കാണാലോ. നമുക്ക് പോവാട്ടാ. അത് വേണ്ട മോളെ, പ്ലീസ് ഏട്ടാ, ഒരു രസമല്ലേ. ദേവിക ചേച്ചിക്കൊന്ന് കാണുകയും ചെയ്യാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഒന്ന് പറ ചേച്ചി, നമുക്കൂടെ പോവാന്ന്. ചേച്ചി വരുന്നില്ലെങ്കിൽ ഞാനെങ്കിലും പോട്ടെ. എന്നാ പിന്നെ ഉമ്മയൊന്ന് കൊണ്ടുപോയിക്കൂടെ മുരളിയേട്ടാ? അത് വേണ്ട ഗൗരി, അത് ശരിയാവില്ല. ഒന്നാമത് അവിടെ നടക്കുന്ന ഒരു പൂജയൊന്നുമല്ല. ബ്രഹ്മദത്തൻ തിരുമേനി എല്ലാവരുടെയും ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കും. പിന്നെ പൊതുവായിട്ട് ചില കാര്യങ്ങളും പറയും, അത്രേ ഉള്ളൂ. സിദ്ധു അങ്കിളിന്റെ അപകടം, ആന്റി ആശുപത്രിയിലായത്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കാനാ തിരുമേനി ആന്റി വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ളൊരു വിഷയം ആയതുകൊണ്ട് മറ്റുള്ളവർ ചെന്ന അവർക്കും ഒരു പ്രയാസമായി തോന്നും. അതുകൊണ്ട് നമുക്ക് പോണ്ട, നന്ദനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. കേട്ടില്ല മോളെ, നമുക്ക് ഇനിയൊരു ദിവസം ചന്ദ്രത്തേക്ക് പോവാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പാവം, അവക്ക് വിഷമായി. സാരമില്ല, എല്ലാത്തിനും യെസ് പറഞ്ഞാലേ അതും ശരിയാവില്ലല്ലോ. അല്ല, പ്രഭ ആന്റിക്ക് പെട്ടെന്നൊരു ആത്മീയത വരാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ? വേറെന്ത് കാരണം? വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാം, അത് തന്നെ കാരണം. അല്ല, നമ്മളൊക്കെ ഒരു കാര്യം കാണുന്നിടത്ത് 9 കാര്യം കാണുന്ന ആളാ ആന്റി. അതുകൊണ്ടൊരു സംശയം. സംശയമൊക്കെ മാറും ബ്രഹ്മദത്തൻ തിരുമേനി ചന്ദ്രോത്തേക്ക് ചെന്നു കഴിഞ്ഞതിന് ശേഷം.
ആയുഷ്മാൻ ഭവ. മീനാക്ഷി, ജോലിയൊക്കെ ഒന്ന് വേഗം തീർക്കണം. തിരുമേനിക്ക് ഒരു കുറവും വരുത്തരുത്. ഇന്നത്തോടെ ചന്ദ്രത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം. ആ, അവസാനിച്ചാ കൊള്ളാം. അവസാനിച്ച കൊള്ളാന്നല്ല, അവസാനിക്കും. പ്രഭകുഞ്ഞിന്റെ മനസ്സിലെ വിഷമവും ദേഷ്യമൊക്കെ ഇന്നത്തോടെ മാറും. നീ എന്തിനാടി കളിക്കുന്നത്? സന്തോഷം കൊണ്ട് ചിരിച്ചു പോകുന്ന എന്റെ ഭാർഗവി. പ്രശ്നം നോക്കി വിധി പറയുന്നതോടെ ദേവിക ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? നിനക്ക് നല്ലതൊന്നും വായിൽ വരില്ലടി. ചേടാ, നീയല്ലേ പറഞ്ഞത് ഇന്നത്തോടെ പ്രഭാടത്തിന് സന്തോഷം വരുമെന്ന്? മേഡത്തിന് സന്തോഷം വരണമെങ്കിൽ ദേവിക ഇവിടുന്ന് പോണം. അപ്പൊ തിരുമേനി പറയണം ദേവിക ഇവിടുന്ന് പോണമെന്ന്. ആ സ്ഥാനത്ത് മീരമോള് വരും. അതാണ് ചുരുക്കം. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്റെ ഈശ്വര, ഇന്നത്തോടെ മേഡത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടണേ. ആവശ്യമില്ലാത്ത രീതിയിലേ ഈ കാര്യങ്ങളൊന്നും വ്യാഖ്യാനിച്ചെടുക്കണ്ട. ജാതകങ്ങൾ നോക്കി പറയുമ്പോ ശരിയായ രീതിയിൽ പ്രഭകുഞ്ഞന് ചിന്തകൾ വരണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കരച്ചിലും പ്രയാസങ്ങളൊക്കെ കണ്ടു മടുത്തു. ഇന്നത്തോടെ ഈ വിഷമങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന എന്റെ ഭഗവാനെ. Tom
ദേവിക. ഇവിടെ വന്നിരിക്കൂ. നന്ദനം വന്നിരിക്കൂ. കുട്ടിക്ക് ഈശ്വരവിശ്വാസം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് തിരുമേനി. ഒരുപാട് പേരിങ്ങനെ ആകാംക്ഷയോടെ ചുറ്റും നിൽക്കുമ്പോ ജാതകത്തിൽ കാണുന്നത് തുറന്നു പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ലതും ദോഷവും ഒക്കെ ഉണ്ടാവേ. ഒരാള് മാത്രം പ്രത്യേകമായി അറിയേണ്ടതായ കാര്യങ്ങൾ എല്ലാവരും കേൾക്കെ പറയുക, അത് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇപ്പോ മറ്റു നിവൃത്തിയൊന്നുമില്ലല്ലോ. എല്ലാ പേരുടെയും ജാതകവും സമയവും ഗ്രഹനിലയും എല്ലാം വിശദമായി തന്നെ പരിശോധിച്ചു. ദോഷങ്ങളൊന്നും കാണാത്ത ജാതകങ്ങളാണ് എല്ലാവരുടെയും. ഒന്നൊഴികെ. ദേവികയുടെ ജാതകത്തിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്നത് ഈ കുടുംബത്തിലെ ദോഷങ്ങൾക്കുള്ള കാരണം തന്നെ ഈ ജാതകക്കാരിയുടെ വരവോടെ ആയിരിക്കാം. മോള് വിഷമിക്കാതെ. അതാ ഞാൻ ആദ്യമേ ചോദിച്ചത് ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. വിശ്വസിക്കുന്നവരെയാണ് കുട്ടി ഈശ്വരൻ കൂടുതൽ പരീക്ഷിക്കുന്നത്. നോക്കൂ, ഏറ്റവും നല്ല MLA, ജനങ്ങൾക്കായി നന്മ മാത്രം ചെയ്ത ആൾ, ഇപ്പൊ ഇതാ ഒരു പരീക്ഷണത്തെ നേരിടുകയല്ലേ. ഞാൻ ഇനി പറയാൻ പോകുന്നത് ആ രീതിയിൽ വേണം എല്ലാവരും എടുക്കാൻ. ഇത്രയും ദോഷങ്ങൾ നിറഞ്ഞ ഒരു ജാതകം ഞാൻ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. ഇരുവരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒരുപാട് ചേർച്ചക്കുറവുകൾ കാണുന്നുണ്ട്. ഒരിക്കലും പരസ്പരം ചേർക്കാൻ പാടില്ലായിരുന്നു ഇവരെ തമ്മിൽ. ഈ കുട്ടികളുടെ വിവാഹം ചിന്തിച്ചതുപോലും തെറ്റ് തന്നെയാണ്.
MLA അദ്ദേഹത്തിന് അറിയാലോ. ഒരു മന്ത്രിയുടെ ദോഷം ആ മന്ത്രിസഭയിലെ എല്ലാരെയും ബാധിക്കുമല്ലോ. അതുപോലെ ഈ കുട്ടിയുടെ ജാതകത്തിലെ ദോഷം ഈ വീട്ടിലെ എല്ലാവരെയും ബാധിച്ചേക്കാം. ജാതകത്തിൽ കണ്ടത് അറിയിക്കേണ്ട ധർമ്മമുള്ളതുകൊണ്ട് പറയുക. ഈ ജാതകക്കാരിയുടെ ജീവിത പങ്കാളിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ജാതകത്തിലുണ്ട്. അയ്യോ ദേവികേ, അയ്യോ ദേവി, ദേവി, ദേവികേ, ദേവി, മോളെ എന്താ പറ്റിയത്? കണ്ണൂർക്ക് ദേവി, ദേവി, ദേവികേ, ദേവി, ദേവി, ദേവികേ, എന്താ ദേവി. തിരുമേനി? വേണ്ട, നിങ്ങൾ എല്ലാവരും നിന്നിരുന്ന സ്ഥലങ്ങളിലേക്ക് മാറി നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ദേവി, 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 കുട്ടി, സമാധാനിക്കൂ. ഭയപ്പെടേണ്ട കാര്യമില്ല. ജാതകത്തിലെ ദോഷം മോളുടെ കുറ്റമല്ലല്ലോ, ഈശ്വര നിശ്ചയമല്ലേ. ഈ ജാതകത്തിലെ ദോഷങ്ങൾ വെച്ച് മോളെ ആരും കുറച്ചു കാണുകയോ പരിഹസിക്കുകയോ ചെയ്യില്ല. ദേവി, ദേവി, എന്താ? കണ്ടില്ലേ, മോൾക്കൊരു ക്ഷീണം വന്നപ്പോ ഭർത്താവ് ചേർത്ത് പിടിച്ചത്. എങ്ങനെയാ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർത്തത്? ഇവരുടെ ജാതകങ്ങൾ നേരത്തെ പരിശോധിച്ചില്ലായിരുന്നോ? അതിനുള്ള അവസരമൊന്നും ഉണ്ടായില്ല തിരുമേനി. വിവാഹമൊക്കെ ആ രീതിയിലാണ് നടന്നത്. ജാതകം മാത്രമല്ല, കുടുംബം, ബന്ധുക്കൾ, അങ്ങനെ ഒന്നും നോക്കാൻ പറ്റിയില്ല.
തിരുമേനി പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഏത് നിമിഷവും വീണു പോവാന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. വീണ്ടും അങ്ങോട്ട് പോവേണ്ടി വരുമെന്ന് തോന്നുന്നു. അമ്മേ, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. തിരുമേനി, ഞങ്ങളുടെ സ്നേഹത്തിനപ്പുറം മറ്റൊന്നും ഞങ്ങൾക്ക് വലുതല്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും.